ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB പരീക്ഷയ്ക്ക് ബാങ്കിങ്ങിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നിട്ടുള്ളതും ഇനി വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് പെർ ഡാഷ് ആക്ട്. ഏത് ആക്ടിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലയിൽ വന്നതെന്നാണ്. ഏത് ആക്ടിലാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഏത് വർഷമാണ്? 1935 ഏപ്രിൽ 1-ാം തീയതിയാണ്. അപ്പോൾ ഏത് വർഷമാണ് ആക്ട് പാസ്സാക്കിയത്? 34. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത്: ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഇൻ എ കൺട്രി ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ഒരു രാജ്യത്തിലെ മുഴുവൻ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണിയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഏത് രാജ്യത്തായിക്കോട്ടെ ആ രാജ്യത്തിലെ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആണ് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദി ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് നോട്ട് ഇഷ്യൂ. ഏത് സെൻട്രൽ ബാങ്ക് ആണ് ആദ്യമായിട്ട് നോട്ട് ഇഷ്യൂ ചെയ്തത്? ഏത് സെൻട്രൽ ബാങ്ക് ആണ്? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1694 ഫോം ചെയ്തിട്ടുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ആദ്യമായിട്ട് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത നോക്ക്: എനി ചേഞ്ച് മെയ്ഡ് ബൈ സെൻട്രൽ ബാങ്ക് ഇൻ ബാങ്ക് റേറ്റ് വിൽ ലീഡ് ടു കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ മാർക്ക് റേറ്റ് ഓഫ് ഡാഷ്. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് അവരുടെ ഇൻട്രസ്റ്റ് ബാങ്ക് റേറ്റിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ഈ മാർക്കറ്റ് റേറ്റിൽ എന്തിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. കറസ്പോണ്ടിങ് ചേഞ്ച് മാർക്ക് റേറ്റ് ഓഫ് ഡാഷ് ഇതിലാണ് മാർക്കറ്റ് റേറ്റിലെ ഇൻട്രസ്റ്റിനെയാണ് എന്ത് ചെയ്യുക? ബാധിക്കുക. അപ്പോൾ ഒരു സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ്? ബാങ്ക് റേറ്റിൽ എന്തെങ്കിലും മാറ്റി വരുത്തുക, കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? മാറ്റങ്ങൾ വരുന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അണ്ടർ ഡാഷ് സിസ്റ്റം ബാങ്ക്സ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ മിനിമം ഗോൾഡ് ഓർ ഫോറിൻ സെക്യൂരിറ്റീസ് ഓർ ബോത്ത് എഗെയിൻസ്റ്റ് നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മെയിൻറ്റെയിൻ മിനിമം ഗോൾഡ് ഓർ ഫോറിൻ സെക്യൂരിറ്റീസ്. മിനിമം ഗോൾഡ് അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ രണ്ടുപാട് കൂട്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സിസ്റ്റത്തിന് പറയുന്ന പേരെന്താന്നുള്ളതാണ്. ഇവിടെ മിനിമം എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതന്നെയാണ്? മിനിമം റിസർവ് സിസ്റ്റം. ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റമാണ്. 200 കോടിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഗോൾഡ് ഫോറിൻ സെക്യൂരിറ്റീസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ വേണമെങ്കിലും എന്ത് ചെയ്യാം? നോട്ട് ഇഷ്യൂ ചെയ്യാം. ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് മിനിമം റിസർവ് സിസ്റ്റം എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി ഇൻ ദി കൺട്രി. ഒരു രാജ്യത്തിലെ മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ്. മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. നമ്മുടെ ഇന്ത്യയിലെ മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ ചോദിക്കാണ് ഫിസ്ക്കൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ഫിസ്ക്കൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. ഗവൺമെന്റ് എക്സ്പെൻസ് എത്രയാണ്, ഗവൺമെന്റ് വരുമാനം ഏതൊക്കെ വഴിയിലൂടെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. ഫിസ്ക്കൽ പോളിസി അതാരാണ്? സെൻട്രൽ ഗവൺമെന്റ്. മോണിറ്ററി പോളിസിയോ? അത് സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയുടെ എന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അടുത്തത്: ദി ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഏതാന്നുള്ളതാണ്. ഏതാണ്? റിസ് ബാങ്ക് ഓഫ് സ്വീഡൻ. സ്വീഡനിലെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിക്സ് ബാങ്ക് ആണ് ഏത്? ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദി വേൾഡ്. ഏത് വർഷമാണ്? 1668. റിക്സ് ബാങ്ക് ഓഫ് സ്വീഡൻ ആണ് ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദി വേൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബാങ്കേഴ്സ് ലീൻ ഈസ് ഡാഷ് ലീൻ വയ്ക്കും. ബാങ്കേഴ്സ് ലീൻ ഈസ് ഡാഷ് ലീൻ. ഓപ്ഷൻ ഉണ്ടാവും, ജനറൽ ഉണ്ടാവും, സ്പെഷ്യൽ ഉണ്ടാവും. ഏതാണ്? ജനറൽ ലീൻ ആണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് എ ജനറൽ ലീൻ. അല്ലെങ്കിൽ ചോദിക്കണം ബാങ്കേഴ്സ് ലീൻ ഈസ് ഡാഷ് പ്ലഡ്ജ്. എന്താണ്? ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് എ ജനറൽ ലീൻ ആൻഡ് ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നെക്സ്റ്റ്: ഇൻ എ ബാങ്ക് ആൾ ദി ഡെയിലി ട്രാൻസാക്ഷൻ ഷുഡ് കം ഇൻ. ഒരു ബാങ്കിൽ ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻ ഇതിലെ വരിക? ഡേ ബുക്ക്, ദാറ്റ് ഈസ് ജേണൽ. ഒരു ബാങ്കിൽ ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻസ് ചെയ്ത് നമ്മൾ സാധാരണ ഇതിലാണ് ജേണലാണ്. ജേണലിന് എന്ത്? ഡേ ബുക്ക്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Dash means ability of a bank to provide cash on demand.
അതായത് ഒരാൾ ബാങ്കിൽ വന്നിട്ട് ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനെന്താ പറയുക, അതാണ് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ അതായത് എപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഒരു ബാങ്കിന് എന്ത് ചെയ്യണം, ക്യാഷ് കൊടുക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ആ ബാങ്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ലോങ് ടേം ലോൺസ് അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ, അതായത് ലോങ് ടേം ഡെപ്റ്റ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആ സ്ഥാപനത്തുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത്, സോൾവൻസി റേഷ്യോ. ഷോർട്ട് ടേം ആണെങ്കിൽ അതിനെ ലിക്വിഡിറ്റി റേഷ്യോയും, അതല്ല ലോങ് ടേം ആണെങ്കിൽ അതിനെന്ത് പറയും, സോൾവൻസി റേഷ്യോ എന്നാണ് പറയുക. നെക്സ്റ്റ്, ഡാഷ് ഫണ്ട് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ ഡ്യൂറിങ് ദ പീരീഡ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടു ബാങ്ക്. ബാങ്കിന് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഷോക്ക് അബ്സറായി മാറുന്ന സംഗതി എന്താണെന്നുള്ളതാണ്. എന്താണ്, റിസർവ് ആണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ഷോക്ക് അബ്സറായി മാറുന്ന സാധനം. കാരണം എന്താണ്, അവർ ഫണ്ട് കുറവാണെങ്കിൽ എന്തെടുക്കും, ആ റിസർവ് എടുക്കും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് റിസർവ് കരുതി വെക്കുന്നത്, നീക്കി വെക്കുന്നത്. അവരുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന തുകയാണേത്, റിസർവ്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറ്റി വെക്കുന്ന തുകകളൊക്കെ ഉണ്ട് അല്ലേ. അവരുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന തുകയാണ് സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിലും ഇനി സ്റ്റാറ്റ്യൂട്ടറി അല്ല എന്നുണ്ടെങ്കിലും ആ മാറ്റി വെക്കുന്ന തുകയാണ് എന്ത്, റിസർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ്. ബാങ്ക് എന്ന് പറയുന്നത് ഏതിൻ്റെ ഫാക്ടറിയാണ്, ക്രെഡിറ്റിൻ്റെ ഫാക്ടറിയാണ്. ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. നെക്സ്റ്റ്, ലോൺ എമൗണ്ട് ഈസ് യൂഷ്വലി ട്രാൻസ്ഫേർഡ് ബൈ ബാങ്ക് ടു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആൻഡ് ദിസ് മണി സർക്കുലേറ്റ്സ് ഇൻ ദി ബാങ്ക് ആസ് മണി ആൻഡ് ഇൻക്രീസസ് മണി സ്റ്റോക്ക് ഓഫ് ബാങ്ക്. ദിസ് ഈസ് കാൾഡ്. അതായത് ഒരാൾ ബാങ്കിൽ പോയിട്ട് ലോൺ ചോദിച്ചു, അപ്പോൾ ലോൺ അയാൾക്ക് അനുവദിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് ചെയ്തില്ല, ലോണിൻ്റെ എമൗണ്ട് കൊടുത്തില്ല, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. ഒരാൾ 5 ലക്ഷം രൂപ ലോൺ ചോദിച്ചു, അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ ലോൺ അനുവദിച്ചു. ആ 5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു, ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. സ്വാഭാവികമായിട്ടും ഈ കസ്റ്റമർ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് വേണ്ട എമൗണ്ട് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് വിഡ്രോ ചെയ്യും അല്ലേ. ഒരുമിച്ച് അദ്ദേഹം 5 ലക്ഷം രൂപ എടുക്കില്ല. അപ്പോൾ വിഡ്രോ ചെയ്തിട്ടില്ല എങ്കിൽ അത്രയും എമൗണ്ട് പിന്നെ ആർക്കും ഉപയോഗിക്കാം, ബാങ്കിന് തന്നെ ഉപയോഗിക്കാം. അങ്ങനെ അവർ വീണ്ടും അതിലൂടെ ക്രെഡിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. നോക്കാം, ലോൺ എമൗണ്ട് ഈസ് യൂഷ്വലി ട്രാൻസ്ഫേർഡ് ബൈ ബാങ്ക് ടു ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ലോൺ എമൗണ്ട് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദിസ് മണി സർക്കുലേറ്റ്സ് ഇൻ ദി ബാങ്ക് ആസ് മണി ആൻഡ് ഇൻക്രീസസ് മണി സ്റ്റോക്ക് ഓഫ് ബാങ്ക്. അങ്ങനെ എന്ത് ചെയ്യും, ഈ എമൗണ്ട് കൂടി അവർ വീണ്ടും സർക്കുലേറ്റ് ചെയ്യും. ഇയാൾ ആ എമൗണ്ട് മുഴുവൻ വിഡ്രോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് പിന്നെ വേറെ ആർക്കെങ്കിലും ലോൺ കൊടുക്കും, ബാങ്ക് വേറെ ആർക്കെങ്കിലും ലോൺ കൊടുക്കും, അവരുടെ അക്കൗണ്ടിലേക്ക് ആക്കി കൊടുക്കും. അങ്ങനെ ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ലോണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയുക, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. മനസ്സിലായോ? എന്താണ് ക്രെഡിറ്റ്? ശരിക്കും അവിടെ ക്രെഡിറ്റ് കൊടുക്കാൻ ലബിലിറ്റി ഒന്നും ബാങ്കിലില്ല. പക്ഷെ മറ്റുള്ളവരെ കാശ് ഉപയോഗിച്ചുകൊണ്ട്, മറ്റുള്ള ലോൺ കൊടുത്ത എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരാൾക്ക് കൂടി ക്രെഡിറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ ഈസ് എ. ഒരാളൊരു ബാങ്ക് പോയിട്ടേ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതെന്താണ്, അതാണ് പ്രൈമറി ഡെപ്പോസിറ്റ്. ഇനി ഒരാൾ ബില്ല്, അതല്ലെങ്കിൽ സെക്യൂരിറ്റീസ്, ലോണ്, ഓവർ ഡ്രാഫ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും പോയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും, സെക്കൻഡറി ഡെപ്പോസിറ്റ് ഓർ ആക്റ്റീവ് ഡെപ്പോസിറ്റ്. എന്നാണ് സെക്കൻഡറി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡെപ്പോസിറ്റ് എന്നാണ് അതിനെ പറയാം. ക്യാഷ് ആയിട്ട് കൊണ്ടുപോയിട്ടാണെങ്കിൽ പ്രൈമറി ഡെപ്പോസിറ്റ്, ക്യാഷ് അല്ലാത്ത എന്തെങ്കിലും മെത്തേഡിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും, സെക്കൻഡറി ഡെപ്പോസിറ്റ്. നെക്സ്റ്റ്, ലോൺ മേക്സ് ഡെപ്പോസിറ്റ്സ്. ലോൺ മേക്സ് ഡെപ്പോസിറ്റ്, ലോണിലൂടെയാണ് എന്തുണ്ടാവുന്നത്, ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നത്. വോ സെഡ് ദിസ്? ആരത് പറഞ്ഞത്? ആരാണ്? ഹാർലി വിത്തേഴ്സ് ആണ് ഏത് പറഞ്ഞത്, ലോൺ മേക്ക് ഡെപ്പോസിറ്റ്. ലോൺ മേക്ക് ഡെപ്പോസിറ്റ്സ് ഹാർലി വിത്തേഴ്സ് എന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ലോൺ മേക്സ് ഡെപ്പോസിറ്റ് ഹാർലി വിത്തേഴ്സ്. നെക്സ്റ്റ്, ക്രെഡിറ്റ് ക്രിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. ക്രെഡിറ്റ് ക്രിയേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്യാഷ് റിസർവ് റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ്. CRR കൂടും കുറയൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് വരും, ക്രെഡിറ്റ് ക്രിയേഷനിലും മാറ്റം വരും. ഒരു ബാങ്ക് എത്ര രൂപ ക്രെഡിറ്റ് കൊടുക്കണം, എത്ര രൂപ ക്രെഡിറ്റ് കൊടുക്കില്ല എന്നുള്ള തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, CRRൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ബാങ്കിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യും, CRR ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റിസർവ് വെക്കണം അല്ലേ. ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, പബ്ലിക്കിന് ലോണായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് എത്ര ക്രിയേറ്റ് ചെയ്യണം എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിനെ ബാധിക്കുന്നുണ്ട്, CRRൻ്റെ അടിസ്ഥാനത്തിലാണ്. CRR എത്രയാണോ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പെർസെൻറ്റേജ് കൂടും കുറയുകയൊക്കെ ചെയ്യുന്നതനുസരിച്ച് എന്ത് മാറ്റം വരും, ക്രെഡിറ്റ് ക്രിയേഷനിൽ മാറ്റം വരുന്നുള്ളതാണ്
പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചോദ്യം ഇതാണ്, ക്രെഡിറ്റ് ക്രിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡാഷ്. ഏതാണ്? CRR ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഇന്റർ ബാങ്ക് ക്ലെയിംസ് ആർ സെറ്റിൽഡ്. ഇന്റർ ബാങ്കുകൾ, അതായത് ബാങ്കുകൾ പരസ്പരം തമ്മിലുള്ള ക്ലെയിംസ് സെറ്റിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? ക്ലിയറിംഗ് ഹൗസ് എന്നാണ് അറിയപ്പെടുക. പക്ഷെ ഇപ്പോൾ ഇതിനൊന്നും പ്രാധാന്യമല്ല, കാരണം നമുക്ക് ഓൺലൈനാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. മറ്റത് നമ്മൾ പല ബാങ്കുകളുടെ ചെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാവും അല്ലേ. പല ബാങ്കിനും പല തരത്തിലുള്ള ക്ലെയിംസ് ഉണ്ടാവും, മറ്റുള്ള ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടാവും കൊടുക്കാനുണ്ടാവും. അങ്ങനെ അതൊക്കെ സെറ്റിൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, പരീക്ഷയ്ക്ക് പോയി ചോദിക്കാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഇന്റർ ബാങ്ക് ക്ലെയിംസ് ആർ സെറ്റിൽഡ്. ഏതാണ്? ക്ലിയറിംഗ് ഹൗസ്. നെക്സ്റ്റ്, ഹയർ പെർസെൻറ്റേജ് ഓഫ് CRR ഡാഷ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ നേരത്തെ പറഞ്ഞു, CRRന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാങ്ക് എത്രത്തോളം ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യണം ചെയ്യാതിരിക്കണം കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? RBI എന്ത് ചെയ്യാണ്, ഒരുപാട് പെർസെൻറ്റേജ് CRR വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആ കുറച്ച് എമൗണ്ട് മാത്രമേ ലോൺ ഉണ്ടാവുള്ളൂ, ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ. RBI CRR കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബാങ്കിന് ഒരുപാട് എമൗണ്ട് ലോൺ കൊടുക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഹയർ പെർസെൻറ്റേജ് ഓഫ് CRR ഹയർ പെർസെൻറ്റേജ് ആണെങ്കിൽ ലോൺ കൊടുക്കുന്നതിൻ്റെ അളവ് എന്താവും? സ്മോളർ ആവും അല്ലേ. ഇനി നേരെ തിരിച്ചു വയ്ക്കുകയാണ്, ലോവർ പെർസെൻറ്റേജ് ഓഫ് ലോവർ പെർസെൻറ്റേജ് CRR ആണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ വോളിയം എന്തായിരിക്കും? ഹയർ ആയിരിക്കും. നേരെ എന്താണ്? ഇൻവേഴ്സ് റിലേഷനിലാണ് പോവുക അല്ലേ. അതത്രേ ഉള്ളൂ. CRR കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വല്ലാതെ കഴിയില്ല. CRR കുറച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കപ്പാസിറ്റി കൂടുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, സെൻട്രൽ ബാങ്ക് സിസ്റ്റം ഓഫ് അമേരിക്ക. അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്? ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിന്റെ പേരാ ചോദിച്ചത്. ഏതാണ്? ഫെഡറൽ റിസർവ് സിസ്റ്റം. ഏത് വർഷമാണ്? 1913 ഡിസംബർ 23 ഏത് സ്റ്റാർട്ട് ചെയ്തത്? ഫെഡറൽ റിസർവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. ഇത് രാജ്യമാണ് അമേരിക്ക. ഏത് വർഷം? 1913 ഡിസംബർ 23. ഓക്കെ, അടുത്തത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈസ്. ഇംഗ്ലണ്ടിലെ സെൻട്രൽ ബാങ്കിന്റെ പേരെന്താണെന്നാണ്. ഏതാണ്? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1694 ഫോം ചെയ്തത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തന്നെയാണ് ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. നെക്സ്റ്റ്, ഓൾഡ് ലേഡി ഓഫ് ത്രെഡ് നീഡിൽ സ്ട്രീറ്റ് ഈസ്. ഓൾഡ് ലേഡി ഓഫ് ത്രെഡ് നീഡിൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാവും, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടാവും, റിക്സ് ബാങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ നിക്കോ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഏതാണ് ആൻസർ? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പറയുന്ന പേരാണ് ഓൾഡ് ലേഡി ഓഫ് ത്രെഡ് നീഡിൽ സ്ട്രീറ്റ്. അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഇത്, ഓൾഡ് ലേഡി ഓഫ് ത്രെഡ് നീഡിൽ സ്ട്രീറ്റ്. നെക്സ്റ്റ്, ദ റിച്ച് ബാങ്ക് വാസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഡാഷ് ഫ്രം 1876 until 1945. 1876 മുതൽ 1945 വരെ ഉണ്ടായിരുന്ന ഒരു സെൻട്രൽ ബാങ്കാണ് ഇത്, റിച്ച് ബാങ്ക്. ഇത് ഏത് രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആയിരുന്നു എന്നാണ്. ഏത് രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആയിരുന്നു? ജർമ്മനിയുടെ സെൻട്രൽ ബാങ്ക് ആയിരുന്നു. ജർമ്മനിയുടെ സെൻട്രൽ ബാങ്ക് ആയിരുന്നു ഇത്, റിച്ച്. ഏത് വർഷം മുതൽ? 1876 മുതൽ 1945 വരെ. എന്നാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ജർമ്മനി ഇപ്പോൾ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡൂച്ചെ ബണ്ടസ് ബാങ്ക് ആണ്. ഡൂച്ചെ ബണ്ടസ് ബാങ്ക് 1957 ഫോം ചെയ്തിട്ടുള്ളതാണ് ഇത്, ഇപ്പോഴുള്ള ജർമ്മനിയുടെ സെൻട്രൽ ബാങ്ക്. അപ്പോൾ 1876 മുതൽ 1945 വരെ ഏതായിരുന്നു? റിച്ച് ബാങ്ക്. ഇപ്പോൾ ഏതാണ്? ഡച്ചെ ബണ്ടസ് ബാങ്ക് അല്ലേ. ഡൂച്ചെ ബണ്ടസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് 1957 ഫോം ചെയ്തിട്ടുള്ള സെൻട്രൽ ബാങ്കാണ് ജർമ്മനിയുടെ ഇപ്പോഴുള്ള സെൻട്രൽ ബാങ്ക്. നെക്സ്റ്റ്, ടിൽ ദി ബിഗിനിങ് ഓഫ് 20th century, 20ാം നൂറ്റാണ്ട് തുടങ്ങുന്നത് വരെ സെൻട്രൽ ബാങ്ക്സ് വേർ നോൺ ആസ്. സെൻട്രൽ ബാങ്കിനെ ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്നാണ്? എന്താണ്? ബാങ്ക് ഓഫ് ഇഷ്യൂ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതാണ്? ബാങ്ക് ഓഫ് ഇഷ്യൂ എന്നാണ് 20th century വരെ എന്തിനറിയപ്പെട്ടിരുന്നത്? സെൻട്രൽ ബാങ്കിനെ അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ബാങ്ക് ഓഫ് ഇഷ്യൂ. നെക്സ്റ്റ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഏത് വർഷമാണ്? 1694 ഫോം ചെയ്തത്, ഓൾഡ് ലേഡി ഓഫ് ത്രെഡ് നീഡിൽ സ്ട്രീറ്റ്. എന്നാൽ ഇത് നാഷണലൈസ് ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1946. 1946 ഇതേ തന്നെയാണ്. 1694 ഫോം ചെയ്തതാണ് 1946. ഇതിലുള്ള സംഖ്യകൾ തന്നെയാണ് അല്ലേ. ഫോം ചെയ്തത് 1694. 1694. ഇവിടെ 1964 അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് എന്തായി? നമുക്ക് ആൻസർ കിട്ടും. ഇപ്പം നാഷണലൈസ് ചെയ്തത് 1900 ആണ്.
ഫോം ചെയ്ത് 1600 എന്ന് മനസ്സിലാക്കി വെക്കുക. വിച്ച് കൺട്രി സെൻട്രൽ ബാങ്ക് ഈസ് നോൺ ആസ് നിപ്പോൺ ഗിനിക്കോ ഓർ ബാങ്ക് ഓഫ് ജപ്പാൻ? ബാങ്ക് ഓഫ് ജപ്പാൻ അല്ലെങ്കിൽ നിപ്പോൺ ഗിനിക്കോ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കാണ് എന്നാണ്. ഏത് രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കാണ്? ജപ്പാൻ അല്ലേ? ജപ്പാനത്തെ സെൻട്രൽ ബാങ്കാണ് ഇത് ബാങ്ക് ഓഫ് ജപ്പാൻ എന്നും അതല്ലെങ്കിൽ നിപ്പോൺ ഗിനിക്കോ എന്നറിയപ്പെടുന്നത്. ഏത് വർഷമാണ് ഫോം ചെയ്തത്? 1882 ഫോം ചെയ്തിട്ടുള്ളതാണ് ഇത് നിപ്പോൺ ഗിനിക്കോ അതല്ലെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ. തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.